ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വയലറ്റിൻ്റെ ഷെയ്ഡ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 5 ഷെയ്ഡ് വയലറ്റിൽ വരുന്നതാണ്. ഈ ഒരു ഷെയ്ഡ് വയലറ്റ് ആണോ ലാവൻഡർ ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഏതാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വയലറ്റിൻ്റെ ഷെയ്ഡ്സ് എന്ന് പറയാവേ. അപ്പോൾ വയലറ്റിൻ്റെ ആദ്യത്തെ ഷെയ്ഡ്സാണ് കേട്ടോ ഇത് എക്സാക്റ്റ് ഒരു ലൈറ്റ് ലാവൻഡറിന് സിമിലറാണ്. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന നമ്മുടെ ലാവൻഡർ വൈറ്റ് ആണ് കേട്ടോ. ഇത് എക്സാക്റ്റ് ആയിട്ട് കളറ് ആയിട്ടില്ല കേട്ടോ. ഫാൾസ് ബ്ലൂമിംഗ് ആണ്. നമ്മുടെ ഇപ്പോൾ വെയിൽ കുറഞ്ഞത് കൊണ്ട് ഫാൾസ് ബ്ലൂമിംഗ് ആണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൽ നിന്നും ഞാനൊരു ഫ്ലവർ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ലാവൻഡറിൻ്റെ 2 ഷെയ്ഡാണ് ഇത് കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ലാവൻഡർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ. എന്തായാലും ഒരു 5 കളർ ഷെയ്ഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഇത് തോന്നുന്നതെന്നേ. അപ്പോൾ എനിക്കിത് വയലറ്റ് അല്ലെങ്കിൽ ലാവൻഡറിൻ്റെയൊക്കെ ഷെയ്ഡ്സ് ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാലാമത്തെ കളറും പറിച്ചിട്ടുണ്ട്. ഇനി ഒരു കളർ ഷെയ്ഡും കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു ഷെയ്ഡാണ്. ഒരു പിങ്ക് ടോണകത്ത് വരുന്ന ഒരു റിംഗ് ടൈപ്പിൽ വരുന്നതാണ് ഇത് കേട്ടോ. ഇത് 5ഉം ഹാങ്ങിങ് വെറൈറ്റിയിലെ ആണ്. കളേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. 5 ഷെയ്ഡ്സാണ്. ലൈറ്റർ ഡാർക്കർ അങ്ങനെ ഷെയ്ഡ് ഡിഫറൻസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓറഞ്ചിൻ്റെ ഒരു 5ഓ 6 ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും? കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഐവറി പെറ്റൂണിയയുടെ. അത് ബ്ലാക്ക് പെറ്റൂണിയ അല്ല കേട്ടോ. റെഡിൽ നിന്ന് ഡാർക്ക് ബ്ലാക്കിലോട്ട് ചേഞ്ച് ആവുന്നതാണ് ഐവറി റെഡ് അല്ലെങ്കിൽ ഐവറി ബ്ലാക്ക് എന്നൊക്കെ പറയുന്നൊരു കളറാണ്. പൂവിനെ കളയാനായിട്ട് മടിച്ചിട്ട് ഇന്നും മഴവെള്ളം വന്ന് വീണൊരു പോട്ടാണ്. ആ പോട്ടിനകത്തേക്ക് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ കിടന്നോട്ടെ, നമുക്ക് നല്ല ഭംഗിയായിട്ട് നിന്ന പൂക്കൾ പറിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. എന്തായാലും ഞാൻ അതിനെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ അപ്രൈറ്റിൻ്റെ കോമ്പോസാണ്. അപ്രൈറ്റിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഹാങ്ങിങ് ആണ്. അങ്ങനെ പല പല സ്ഥലത്തായിട്ടാണ് നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ഇത് ടാറ്റു വിങ്കയുടെ ഒരു അപ്രൈറ്റ് വെറൈറ്റിയാണ് കേട്ടോ അതിരിക്കുന്നത്. പക്ഷേ സെമി അപ്രൈറ്റ് പോലെയാണ് അത് വരുന്നത്. നമ്മുടെ അപ്രൈറ്റ് വിങ്കയും ഹാങ്ങിങ് വിങ്കയും ഒക്കെ പലതും പല സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു പോർച്ചിനുള്ളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി വയ്ക്കാനുള്ള സ്ഥലപരിമിതി മൂലം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ. മഴ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പണി കിട്ടിയെന്ന് അറിയില്ലേ. അപ്പോൾ അങ്ങനെയും നമ്മളിങ്ങനെ വിഷമിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നിർവാണയുടെ റെഡ് സ്പ്ലാഷ് ആണ്. പിന്നെ 1-2 വെറൈറ്റി നല്ല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. നല്ല ഡാർക്കർ ഷെയ്ഡാണ്. ഫോണിൽ എത്ര ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ നല്ല സൂപ്പർ ഷെയ്ഡാണ്. നല്ല വെറൈറ്റി. എക്സാക്റ്റ് ആയിട്ട് അതിൽ വെട്ടം മീൻസ് വെയിൽ വീഴണമെന്നാലേ അതിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള പുതിയ കളക്ഷൻസിൽ വരുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. നമ്മുടെ വീഡിയോസിലെ കുഞ്ഞു കുഞ്ഞു കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ.